നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുട്ടനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലും ഇളന്തുരുത്തി പല്ലൂത്തേവർ മഹാവിഷ്ണു ക്ഷേത്രത്തിലും മോഷണം. കൊടുങ്ങല്ലൂരിൽ റോഡ് നിർമ്മാണത്തിനായി കൊണ്ടുവന്ന സാമഗ്രികൾ തിരികെ കൊണ്ടുപോകാൻ കരാറുകാരുടെ ശ്രമം നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കി. വില്ല പ്രൊജക്ട് പരസ്യം ചെയ്യാനെന്ന പേരിൽ 32 ലക്ഷം രൂപയും 10 പവനോളം സ്വർണവും തട്ടിയെടുത്ത് സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ തൃശൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി മുട്ടിക്കലിൽ ടോറസ് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന വായനക്കളരിയുടെ ഭാഗമായി കണ്ണമ്പുളിപ്പുറം ശ്രീനാരായണ വായനശാല മധുരം മലയാളം എന്ന പേരിൽ മാതൃഭാഷാ പഠന പരിപാടി സംഘടിപ്പിച്ചു. അധ്യാപികമാരായ അഭയ, KS മഞ്ജുഷ എന്നിവർ നേതൃത്വം നൽകി. MK പ്രജീവ് കുമാർ ആമുഖം അവതരിപ്പിച്ചു. MM പ്രതാപൻ, TN അജയ്കുമാർ, സിന്ധു ഹേമലാൽ എന്നിവർ സംസാരിച്ചു. പക്ഷെ പിന്നീട് അങ്ങനെ വന്നപ്പോ നമ്മള് പണ്ട് നിങ്ങള് കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 22ാം വാർഡ് മെമ്പർ ഷാഹിർ പഴൂമ്പറമ്പിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനം പാലിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചു. തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്ത തൊഴിലാളികളോട് ഷാഹിർ വിജയിച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ അവസരമൊരുക്കുമെന്ന് AICC സെക്രട്ടറി TN പ്രതാപൻ പ്രഖ്യാപിച്ചിരുന്നു. ആ വാഗ്ദാനമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായത്. യാത്ര കൊച്ചി ഹിൽ പാലസ്, തുടർന്ന് മറൈൻ ഡ്രൈവിൽ നിന്ന് ആരംഭിച്ച 1 മണിക്കൂർ ദൈർഘ്യമുള്ള ബോട്ട് യാത്ര തൊഴിലാളികൾക്ക് വേറിട്ട അനുഭവമായി. ബോട്ട് യാത്രയ്ക്കിടെ കൊച്ചിയിലെ കണ്ടൽവനങ്ങൾ, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, ഗോൾഗാട്ടി പാലസ്, ഫോർട്ട് കൊച്ചി, ചെറായി ബീച്ച് എന്നിവയുൾപ്പെടെയുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. ദൈനംദിന ജോലിഭാരങ്ങളിൽ നിന്ന് ചെറിയൊരു വിശ്രമവും പുതുമയാർന്ന അനുഭവവും ലഭിച്ചതിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ സന്തോഷം രേഖപ്പെടുത്തി. വാർഡ് മെമ്പർ ഷാഹിർ പഴൂമ്പറമ്പിലും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷും യാത്രയ്ക്ക് നേതൃത്വം നൽകി. വില്ല പ്രൊജക്ട് പരസ്യം ചെയ്യാനെന്ന പേരിൽ 32 ലക്ഷം രൂപയും 10 പവനോളം സ്വർണവും തട്ടിയെടുത്ത് സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ തൃശൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. നിലമ്പൂർ കരിമ്പുഴ സ്വദേശി കുളങ്ങര വീട്ടിൽ അയ്യൂബിനെയാണ് തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. പൊതുസ്ഥലത്തിരുന്ന് മദ്യപിച്ചതിനും കഞ്ചാവ് കൈവശം വെച്ചതിനും 2 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കരിക്കാടി സ്വദേശികളായ കണ്ണാടി വളപ്പിൽ വീട്ടിൽ സുധീഷ്, ഏഴിക്കോടി വീട്ടിൽ പ്രസാദ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ SR സനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് 4-അംഗ സംഘം പൊതുസ്ഥലത്തിരുന്ന് മദ്യപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പ്രതിയായ പ്രസാദിന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും 2 പ്ലാസ്റ്റിക് കവറുകളിലായി സൂക്ഷിച്ചിരുന്ന 2 ഗ്രാം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. കൊടുങ്ങല്ലൂരിൽ റോഡ് നിർമ്മാണത്തിനായി കൊണ്ടുവന്ന സാമഗ്രികൾ തിരികെ കൊണ്ടുപോകാൻ കരാറുകാരുടെ ശ്രമം നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കി. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചാപ്പാറയിൽ ഗുരുശ്രീ റോഡ് നിർമ്മാണത്തിനായി ഇറക്കിയിരുന്ന കോൺക്രീറ്റ് കട്ടകൾ തിരികെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നാട്ടുകാർ തടഞ്ഞത്. നവംബർ മാസത്തിൽ കരാറെടുത്ത റോഡ് നിർമ്മാണം നാളിതുവരെയായിട്ടും ആരംഭിച്ചിട്ടില്ല. ഇതിനിടെയാണ് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകാൻ ശ്രമം നടന്നത്. സാമഗ്രികൾ കൊണ്ടുപോകാൻ വന്ന ലോറി നാട്ടുകാർ തടഞ്ഞു. വാർഡ് കൗൺസിലർ EC അശോകൻ, മുൻ കൗൺസിലറും ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പറുമായ NU ഷിനിജ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. സംഭവം അറിഞ്ഞെത്തിയ കൊടുങ്ങല്ലൂർ SI ശിവശങ്കരൻ നാട്ടുകാരുമായും കരാർ കമ്പനി പ്രതിനിധിയുമായി നടത്തിയ ചർച്ചയിൽ പ്രശ്നം ഒത്തുതീർപ്പായി. തിങ്കളാഴ്ച റോഡ് നിർമ്മാണം ആരംഭിക്കാമെന്ന ഉറപ്പിൽ നാട്ടുകാരും പ്രതിഷേധം അവസാനിപ്പിച്ചു. തിങ്കളാഴ്ച നമ്മൾ തുടങ്ങുന്നുള്ള പ്രതീക്ഷയിൽ ഉണ്ടായിരുന്നതാണ്. ഇന്നിപ്പോൾ കാലത്ത് വിളന്നപ്പോഴാണ് ഇത് നമ്മുടെ ഇവിടുത്തെ ഇക്കനെ വിളിച്ച് പറയണ വണ്ടിയിൽ സാധനം കയറ്റി പോകുന്നു പറയുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നു. ഓട്ടോറിക്ഷക്കാർ നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകളെ കൂടി വണ്ടി തടഞ്ഞിട്ടേക്കണം. ഇതിനെ ബന്ധപ്പെട്ട ആൾക്കാരും വരാണ്ട് നമ്മൾ ഈ വണ്ടി വിട്ടുകൊടുക്കുകയോ
അല്ലെങ്കിൽ പണി തുടങ്ങാനുള്ളൊരു എഗ്രിമെൻറ്റ് ഇവരോട് കാലങ്ങളായിട്ട് പറഞ്ഞിട്ട് വരും. ഇതുവരും ഒരു പണി നടക്കണില്ല. MLA ഇടപെട്ട് നമ്മളതിൻ്റെ ഡൽഹിയിലടക്കം നമ്മൾ വിളിച്ച് MLA കൊണ്ട് വിളിപ്പിച്ച് അറിയിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള ഒരു പരിപാടി നമ്മളെന്തോ. 2 ക്രിമിനൽ കേസ് പ്രതികളെ കാപ്പ നിയമപ്രകാരം നാടുകടത്തി. കോട്ടപ്പടി ഇരിങ്ങപ്പുറം സ്വദേശി മുല്ലക്കാട്ട് വീട്ടിൽ അദീബ, പെരുമ്പുലാവ് കരിക്കാട് സ്വദേശി തട്ടാരക്കുന്നത്ത് വീട്ടിൽ ഷിഹാബുദ്ദീൻ എന്നിവരെയാണ് തൃശൂർ ജില്ലയിൽ നിന്നും നാടുകടത്തിയത്. തൃശൂർ DIG TN നാരായണനാണ് നാടുകടത്താൻ ഉത്തരവിട്ടത്. കുട്ടനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലും ഇളന്തുരുത്തി പല്ലൂതേവർ മഹാവിഷ്ണു ക്ഷേത്രത്തിലും മോഷണം. കുട്ടനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ നടപ്പുരയോട് ചേർന്ന് ഓഫീസ് പരിസരത്ത് സൂക്ഷിച്ചിരുന്ന ഉരുളികൾ മോഷണം പോയി. ക്ഷേത്രത്തിലെ CCTV ക്യാമറകൾ മറച്ചുവെച്ചാണ് മോഷണം നടത്തിയത്. ഇളന്തുരുത്തി പല്ലൂതേവർ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ഓട് പൊളിച്ച് അകത്ത് കിടന്ന മോഷ്ടാക്കൾ വിളക്കുകളും 1000ഓളം രൂപയും കവർന്നു. ചേലക്കര തോന്നൂക്കരയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. തോന്നൂക്കര മാട്ടിങ്ങൽ കേശവൻ, ശാന്ത എന്നിവരുടെ പറമ്പുകളിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാന ഇറങ്ങിയത്. തെങ്ങ്, കവുങ്ങ്, വാഴ ഉൾപ്പെടെയുള്ള നിരവധി കാർഷിക വിളകൾ കാട്ടാന പൂർണ്ണമായും പിഴുതെറിയുകയും നശിപ്പിക്കുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, വാർഡ് മെമ്പർ നന്ദകുമാർ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം OS സജി, രമേശ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. കാട്ടാന ശല്യം തടയാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ദേശീയപാത കുറുമാലിയിൽ കാറിടിച്ച് വയോധികൻ മരിച്ചു. കുറുമാലി സ്വദേശി പുത്തൂടിയിൽ വീട്ടിൽ ജോസഫാണ് മരിച്ചത്. ആളൂരിലുള്ള പറമ്പിലേക്ക് പോകാൻ ബസ് കയറാൻ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് ഇടിച്ചത്. റോഡിലേക്ക് തെറിച്ചു വീണ ജോസഫിനെ അതേ കാറിൽ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചൊവ്വൂരിൽ പ്രതിയുമായി പോയിരുന്ന പോലീസ് ജീപ്പ് നിയന്ത്രണം വിട്ട് കാറിൽ കൂട്ടിയിടിച്ച് മറിഞ്ഞു. 3 പേർക്ക് പരിക്ക്. കാറിലുണ്ടായിരുന്ന കൈപ്പമംഗലം കോലാണി വീട്ടിൽ സേതു പാർവതി, പെരിന്തൽമണ്ണ വട്ടപ്പറമ്പിൽ രാജേഷ്, പോലീസ് ജീപ്പിൽ ഉണ്ടായിരുന്ന ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ ചൊവ്വൂർ കുരുതുകുളം ജിജോ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആക്സ് പ്രവർത്തകർ കുറുക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടം. ഇരിങ്ങാലക്കുട സബ് ജയിലിൽ നിന്ന് പ്രതിയെ ചികിത്സ ആവശ്യത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി തിരികെ വരുന്നതിനിടയിലാണ് നിയന്ത്രണം വിട്ട ജീപ്പ് കാറിൽ ഇടിച്ച് അപകടമുണ്ടായത്. സൈക്കിളിൽ ട്യൂഷന് പോകുന്നതിനിടെ വിദ്യാർത്ഥി കുഴഞ്ഞു വീണു മരിച്ചു. കോടാലി മുരുക്കുങ്ങൽ പുത്തനോളി ഒലവക്കോടൻ മുസമ്മിൽ അഹമ്മദിന്റെ മകൻ 14 വയസ്സുള്ള മുസാഫിറാണ് മരിച്ചത്. കുഴഞ്ഞു വീണ വിദ്യാർത്ഥിയെ ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എരുമപ്പെട്ടി മുട്ടിക്കലിൽ ടോറസ് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. എരുമപ്പെട്ടി കോട്ടപ്പുറം സ്വദേശി രാജനാണ് പരിക്കേറ്റത്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മുട്ടിക്കൽ ഷാപ്പിന് സമീപമുള്ള വളവിലാണ് അപകടമുണ്ടായത്. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന ടോറസ് ലോറിയെ കടക്കുന്നതിനിടയിൽ സ്കൂട്ടറിൽ ലോറി ഇടിക്കുകയായിരുന്നു. സ്കൂട്ടർ മറികടക്കുന്നത് കാണാൻ കഴിഞ്ഞില്ലെന്ന് ടോറസ് ലോറി ഡ്രൈവർ പറയുന്നു. ടോറസ് ലോറിക്ക് അടിയിൽപ്പെട്ട സ്കൂട്ടർ യാത്രികനെ 15 മീറ്ററോളം ദൂരത്തിൽ റോഡിൽ നിറങ്ങി നീങ്ങിയാണ് നിന്നത്. രാജന്റെ ഒരു കാൽ ടോറസ് ലോറിയുടെ ചക്രം കയറി ഇറങ്ങി പൂർണ്ണമായും അറ്റുപോയെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകർ രാജനെ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലും ഇളന്തുരുത്തി പല്ലൂതേവർ മഹാവിഷ്ണു ക്ഷേത്രത്തിലും മോഷണം. കൊടുങ്ങല്ലൂരിൽ റോഡ് നിർമ്മാണത്തിനായി കൊണ്ടുവന്ന സാമഗ്രികൾ തിരികെ കൊണ്ടുപോകാൻ കരാറുകാരന്റെ ശ്രമം നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കി. വില്ല പ്രൊജക്ട് പരസ്യം ചെയ്യാനെന്ന പേരിൽ 32 ലക്ഷം രൂപയും 10 പവനോളം സ്വർണവും തട്ടിയെടുത്ത് സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ തൃശൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി മുട്ടിക്കലിൽ ടോറസ് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.